രാം നാരായൺ രാം. നിങ്ങൾ എല്ലായ്പ്പോഴും കണ്ടിട്ടുണ്ടാകും, ദൈവത്തിൻ്റെ മുൻപിൽ മാതാപിതാക്കളുടെ പ്രതിമ വയ്ക്കാറുണ്ട്. ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു? പ്രതിമയ്ക്ക് യഥാർത്ഥ മൂല്യമൊന്നുമില്ല. യഥാർത്ഥ വില മാതാപിതാക്കൾക്കേ ഉള്ളൂ. നിങ്ങൾ മാത്രം മാതാപിതാക്കളെ ആരാധിച്ചാലും അതാണ് ഏറ്റവും ഉത്തമം. പ്രതിമകളുടെ പിന്നിൽ ഓടേണ്ടതില്ല. പ്രതിമാരാധനയുടെ പാരമ്പര്യം ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചു. ഋഷിമാരും ജ്ഞാനികളും പ്രതിമകളെ പ്രതിഷ്ഠിച്ച് അവയെ ദൈവമായി ആരാധിക്കണമെന്ന് സന്ദേശം നൽകി. അതിനുശേഷം പ്രതിമകൾ ദൈവരൂപമായി ആരാധിക്കപ്പെട്ടു. എന്നാൽ നിങ്ങൾ തന്നെ ദൈവത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഒരു മനുഷ്യൻ നിർമ്മിച്ച പ്രതിമയെ ദൈവമായി എങ്ങനെ കരുതാം? ദൈവം പലരാകുമോ? നാം തന്നെ ദൈവമാണോ? ഒരു പ്രതിമ ദൈവമാണോ? ആകാശം ദൈവമാണോ? അല്ലെങ്കിൽ അല്ലാഹ് ദൈവമാണോ? ഇത്രയും ദൈവങ്ങൾ ഉണ്ടായിരിക്കില്ല. ഈ ലോകത്ത് സമയം അത്യന്തം വിലയേറിയതാണ്. അതിനാൽ അതിൻ്റെ ശരിയായ ഉപയോഗം ചെയ്യണം. പ്രതിമാരാധന ചെയ്യുന്നതിനേക്കാൾ സ്വാഭാവികമായ ചിന്തയും ജീവിതത്തിൻ്റെ യഥാർത്ഥ മൂല്യങ്ങളും സ്വീകരിക്കണം. നിങ്ങൾ ആരാധിക്കുന്ന പ്രതിമ ഒരിക്കലെങ്കിലും നിങ്ങളുടെ വാതിൽ തട്ടിയിട്ടുണ്ടോ? അതോ നിങ്ങൾ എന്ത് പ്രശ്നമാണ് നേരിടുന്നത്, എന്ത് ദുഃഖം അനുഭവിക്കുകയാണെന്ന് അതൊരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ പ്രകൃതിയുടെ സിദ്ധാന്തങ്ങൾ അനുസരിക്കണം. മാതാപിതാക്കളാണ് യഥാർത്ഥ വിവേകം, യഥാർത്ഥ ധർമ്മം, യഥാർത്ഥ പ്രകൃതി. അവരാണ് നമ്മുടെ യഥാർത്ഥ ദൈവങ്ങൾ. നിങ്ങൾ ഒരു പൂവ്, പഴം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൃക്ഷത്തിൽ നിന്ന് എടുക്കുമ്പോൾ ആദ്യം അതിൻ്റെ മുൻപിൽ കൈയുയർത്തി അനുമതി ചോദിക്കണം. ഇന്ന് മതം ഒരു വ്യാപാരമായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ മതത്തെ ഒരു ബിസിനസ്സാക്കി മാറ്റി. വിദ്യാഭ്യാസം ഒരു വ്യാപാരമായി, മതം ഒരു വ്യാപാരമായി, വ്യക്തിഗത ഉടമസ്ഥാവകാശം നടപ്പാക്കി. അതുകൊണ്ടാണ് ഈ ബിസിനസ്സുകൾ വളർന്ന് മുന്നേറുന്നത്. എന്നാൽ ഈ വ്യക്തിഗത ഉടമസ്ഥാവകാശം നീങ്ങിയാൽ എല്ലാം മാറും, സമൂഹം മെച്ചപ്പെടും. രാം നാരായൺ രാം ഇതിനകം തന്നെ എല്ലാ വഴികളും വച്ചുകൊടുത്തിട്ടുണ്ട്. ഒരു മതഗ്രന്ഥത്തിലും ധ്യാനം, മെഡിറ്റേഷൻ പ്രത്യേകമായി ചർച്ച ചെയ്തിട്ടില്ല. പ്രകൃതിയിലുള്ള ജ്ഞാനവും പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ജനങ്ങൾ യഥാർത്ഥമായ വിദ്യാഭ്യാസം നേടാനാകും.